ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഇന്ന് കണ്ണൻകുട്ടൻ ഇന്ന് സ്കൂളിൽ പോകണേ. അപ്പോഴത്തേക്കിന്ന് പയറ് മെഴുക്കോട്ടിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പയർ അങ്ങോട്ട് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചു. അതിൻ്റെ വൻപയറും കൂടെ ഞാൻ ഇച്ചിരി കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. വൻപയർ അപ്പോൾ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൂടെ ചേർത്ത് ഇളക്കിയപ്പോൾ നമ്മുടെ പയറ് മെഴുക്കോട്ടി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് പുട്ടും കടലയാണേ. അപ്പോൾ എല്ലാം പുട്ട് തേണ്ട അടുപ്പത്ത് റെഡിയാകുന്നുണ്ട്. കടലക്കറി നമ്മൾ സവാള ഒന്ന് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. കടലയ്ക്ക് വന്നിരിപ്പുണ്ട് കേട്ടോ. പ്രത്യേകം എന്നത്തെ പോലെ കണ്ണൻകുട്ടൻ വന്ന് നോക്കുന്നുണ്ട്. ഇന്ന് രാവിലെ എന്തോ ഉണ്ടാക്കുന്നത്, അവന് കഴിക്കാൻ പറ്റിയത് ഇഷ്ടമുള്ളതാണോ എന്നൊക്കെ നോക്കാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ണപ്പിക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ അവനൊരു മുട്ടയും കൂടെ വറുത്ത് സ്കൂളിൽ കൊടുത്തിടാൻ വേണ്ടി മുട്ട വറക്കുവാണേ. കൂടുതൽ കറി കൊടുത്തു വിട്ടാലും അവൻ ചിലപ്പോൾ തുറക്കാതെ പോലും തിരിച്ചു കൊണ്ടുവരാറുണ്ട്. മറന്നുപോയി അല്ലെങ്കിൽ കണ്ടില്ല എന്നൊക്കെ വന്ന് പറയും. അപ്പോൾ മുട്ടയായിട്ടുണ്ട്. അവൻ നമുക്ക് ചോറ് അങ്ങോട്ട് എടുത്ത് വെക്കാവേ. അപ്പോൾ അതേ സ്കൂളിൽ പോകാൻ റെഡി ആവുകയാണേ. അപ്പോൾ ഇന്ന് അബിക്ക് സ്കൂളിൽ പോകേണ്ട എക്സാം ആയത് കാരണം അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്ക് ഇന്ന് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് മുളകറി വെക്കാമെന്ന് വെച്ച് അടുപ്പത്തിരിക്കുകയാണ്. പിന്നെ ഒരു സാമ്പാറും കൂടെ വെക്കാമെന്ന് വെച്ച്. കഷ്ണങ്ങളൊക്കെ കുറവായിരുന്നു. ഉള്ള കഷ്ണം വെച്ചിട്ട് നമുക്കൊരു സാമ്പാർ വെക്കാനായിട്ട് കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലാണ് സാമ്പാർ വയ്ക്കുന്നത്. ഞാനിവിടെ സാമ്പാറിന് മറ്റേ ഓറഞ്ച് കളറിലെ പരിപ്പില്ലേ, അതാണ് ചേർത്തത്. അപ്പോഴത്തേക്ക് ഒരാൾക്ക് തക്കാളി ചാറും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തക്കാളി ചാറും കൂടെ അടുപ്പത്ത് ആയിട്ടുണ്ട്. അരപ്പ് ചേർത്ത് നമുക്കൊന്ന് കടുക് തളിച്ചെടുക്കാവേ. ഒരു ഉണക്കമീൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പാക്കറ്റ്. ഇവിടെ അതിനെ കുറിച്ചി എന്നാണ് പറയുക കേട്ടോ. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ അടുക്കളയിലെ തടുക്കൊക്കെ 2 ദിവസം കൂടുമ്പോഴൊന്ന് വെയിലത്തിടണം. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഇതല്ലേ, ഒന്ന് വെയിലത്തിടുവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.